ഇൻഡസ്ട്രിയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സീരിയലാണ്. നല്ല ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഒരു നല്ല രസമായിരുന്നു. എല്ലാവരും കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു സീരിയലിന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 2 മാസം മുമ്പ് നമ്മുടെ സീരിയൽ ആക്ടേഴ്സ് ആയിട്ടുള്ള ബിജു സോപാനം, അതുപോലെ തന്നെ SP ശ്രീകുമാർ, ഇവർ രണ്ടുപേരും ആ ഒരു സീരിയലിൽ അഭിനയിച്ചിരുന്നവരാണ്. അപ്പൊ ഇവർക്കെതിരെ ഇവരുടെ കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു നടി ലൈംഗിക അതിക്രമ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ സമയത്ത് വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നായിരുന്നു. ഇവർക്കെതിരെ നല്ല രീതിയിൽ തെറിവിളി കേട്ടു. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആളുകൾ കയറി നിരങ്ങി. അപ്പോ പറഞ്ഞു വരുന്നത്, അത്രയും വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഈ ബിജു സോപാനവും SP ശ്രീകുമാറിന്റെയും ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന നടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മലയാളികൾ ഒരുപാട് പരതിയായിരുന്നു. അതിനകത്ത് അഭിനയിച്ചിരുന്ന ഗൗരി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇതിനകത്തോട്ട് വലിച്ചിഴക്കുകയും ചെയ്തു. ലാസ്റ്റ് ആ പെണ്ണ് തന്നെ വന്ന് പറഞ്ഞു, ഞാനല്ല ആ വ്യക്തിന്ന്. അപ്പോ ഒരു പ്രമുഖ നടി തന്നെയാണ്, നമുക്ക് ഇതിനകത്ത് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, നമ്മുടെ നിയമം അത് അനുവദിക്കുന്നില്ല. അതാണ് നിയമത്തിന്റെ ഒരു കളി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക് ഇവിടെ എടുത്തിടുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, 2 ദിവസം മുന്നേ അപ്പൊ SP ശ്രീകുമാറിന്റെയും നമ്മുടെ പുള്ളിക്കാരന്റെ ഭാര്യയായിട്ടുള്ള മറിമായത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു സ്നേഹ എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ പുള്ളിക്കാരിയാണ് വൈഫ്. അപ്പൊ ഇവരുടെ 2 പേരുടെയും ഒരു ഇന്റർവ്യൂ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കാണാനിടയായി. അപ്പൊ അതിനകത്ത് അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ഫേക്ക് കേസ് ആണെന്നുള്ളത്. ഏത് കോടതിയിൽ പോയിട്ടാണെങ്കിലും ഇത് അവര് തെളിയിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഈ നിയമത്തിന്റെ എല്ലാ സംരക്ഷണയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിലും ഇതിപ്പോ ഇവിടെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരിക്കും. ഒരു 2 മാസം മുമ്പൊക്കെ ഇൻഡസ്ട്രിയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത്. ന്യൂസ് എന്താണെന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാന്നുള്ളതും അത് പോലീസിന്റെ ചുമതലയാണ്. അല്ലെ അത് റിപ്പോർട്ട് ചെയ്ത ആളുകളോ മീഡിയാസോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഈ നടന്മാരുടെ പേരില് ഈ ഒരു ഇങ്ങനെ ഒരു FIR വീണ സമയത്ത് അതും ന്യൂസ് ആയെന്ന് മാത്രം. ശരിക്കും ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത്, ഈ പുള്ളിക്കാരന്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇവരാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ വേറെ ആരും ഇതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ല. ആ ന്യൂസ് വന്ന സമയത്ത് അത് പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്കായിരുന്നു ഇവർ പോകേണ്ടത്. അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു സംഗതിയെ സ്ത്രീക്കെതിരെ വന്നിട്ടില്ല. ആക്ച്വലി അന്നത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിജു സോപാനവും ഈ പറയുന്ന ശ്രീകുമാറും ഒരു നടിയോട് ലൈംഗിക അതിക്രമം നടത്തി. എന്തോ ഡ്രസ്സ് മാറുന്ന എന്തോ വീഡിയോ ഇവരെടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ ആ തുണി മാറുന്നത് ഒരാള് വീഡിയോ എടുക്കുകയും വേറൊരാൾ വന്നിട്ട് പറഞ്ഞ് ഇത് പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് ലീക്കാക്കും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ ഒരു കേസാണ് സംഭവം. ഒരു പ്രമുഖ നടി വന്നിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസുകാരെ അതിന് നേരെ ആക്ഷൻ എടുക്കും. കാരണം ഈ ഹേമ കമ്മിറ്റി പോലുള്ള ഒരു സംഭവമൊക്കെ കത്തി നിന്ന ഒരു ഇയർ ആയിരുന്നു അത്. പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത്. ഇന്നും ഇപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ്. അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ്. പക്ഷെ അത് പറയാൻ പറ്റാത്തത് എന്റെ ഗതികേടാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു കാര്യം പറയട്ടെ, ഈ നിയമത്തിനകത്ത് ഏറ്റവും വൃത്തികെട്ട ഒരു ഇടപാടെന്ന് പറയുന്നത്, ഈ പ്രതി എന്ന് ആരോപിക്കുന്ന ആ ഒരു വ്യക്തിയില്ല, ആ വ്യക്തിയുടെ ഐഡന്റിറ്റി പുറത്തു വിടുക. കുറ്റക്കാരാണോ അല്ലയോ എന്നൊക്കെ നോക്കാതെ അതിന്റെ ആ ഒരു സംഭവം റിവീൽ ചെയ്യുന്നതാണ് നല്ലത്. ഒരു സ്ത്രീ ആണെങ്കിൽ ഈ കൊടുക്കുന്ന ആളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. എനിക്ക് പറഞ്ഞ കഴിഞ്ഞ ഒരു കേസുണ്ട്, കുറച്ചു നാൾ മുമ്പ് വന്നതാണ്. ഒരു അമ്മ 2 പെൺപിള്ളാരെ ഒരു നാറയ്ക്ക് കൂട്ടിക്കൊടുത്തായിരുന്നു. അവിടെ നിന്ന് അമ്മയെന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പന്ന പെണ്ണുമ്പിള്ളയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും. എന്നിട്ട് അവളുടെ ആ ഫേസ് എന്ന് പറയുന്ന പല ചാനലുകാരും അവളുടെ ഫേസ് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും ചെറ്റത്തരം കാണിച്ച് ഈ നാറിയുടെ ഫേസ് എന്തിന് ബ്ലർ ചെയ്ത് വെക്കണം? ഒരു കുറ്റക്കാരിയാണ്, അവരുടെ ഫേസ് എല്ലാവരും കാണണം. ഒരു സ്ത്രീ അല്ലെ ഒരു അമ്മ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്ത് തെറ്റാണോ ചെയ്ത് അവർ സ്വന്തം മക്കളെയാണ് കൂട്ടിക്കൊടുത്തത്. ഒരു തരത്തിലുള്ള പരിഗണനയും ഇവർക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാറ്റണം.
ഇങ്ങനെയുള്ള ചെറ്റ പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ദേഷ്യം വരുന്നത്. 100% കള്ളപ്പരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, ഈ പറയുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ തെളിയിക്കും. അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല. ഒരു എന്താ പറയാ, നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട്. അതിന്റെ ഒരു ഒറ്റ ബലത്തിലാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരും, അത് ഉറപ്പാണ്. നമ്മുടെ നിയമത്തിൽ പുള്ളിക്കാർക്ക് 100% വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ കൂടെ നിയമം നിൽക്കുമോ അതോ പരാതി കൊടുത്ത ആ വ്യക്തി നിയമം കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ല. അതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതൊരു കള്ളപ്പരാതി ആണെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അത് തെളിയിക്കേണ്ട ഒരു കാലയളവ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് 1 ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. ഇത് ഈ ഒരു കേസ് തന്നെ ഇപ്പൊ വന്നിട്ട് ഏകദേശം 2 മാസത്തിന് മേളിലായി. ഈ 2 മാസം കൊണ്ടാണെങ്കിലും ബിജു സോപാനത്തിനും പിന്നെ SP ശ്രീകുമാറിനും ഈ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ അവരൊരു ലൈംഗികാതിക്രമ കേസിലെ പ്രതികളാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് പെർഫോം ചെയ്യുന്ന വ്യക്തികളാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ജനങ്ങളെയാണ്. കാരണം നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. ശരിക്കും ഇതൊരു കള്ളപ്പരാതി ആണെങ്കിൽ അന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് പറയാം, ഇതൊരു കള്ളപ്പരാതിയാണ്. അന്ന് നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു? ഒരു പോസ്റ്റ് ഇടായിരുന്നില്ലേ? ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഒരു മറ്റേ കേസുകളൊക്കെ ഈ കൊടുത്തായിരുന്നല്ലോ, ഓരോ പെണ്ണുങ്ങളൊക്കെ മുകേഷിനെതിരെ സിദ്ദിഖിനെതിരെ ഒക്കെ കൊടുത്ത സമയത്ത് ഈ പിന്നെ നമ്മുടെ നിവിൻ പോളിക്കെതിരെയും വന്നായിരുന്നു ഒരു കേസ്. ആ നിവിൻ പോളി ആ സെക്കൻഡില് പിന്നെ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി അത് പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവർ രണ്ടുപേരും ഈ ഇത്രയും നാളും മിണ്ടാണ്ടിരുന്നതുകൊണ്ടാണ് ഇത് മൊത്തം വഷളായത്. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു കള്ളക്കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്റ് എങ്കിലും ഇടേണ്ടതായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവർ ഒരു വാക്ക് പോലും ഇന്ത്യയിൽ സൈലന്റ് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണേലും പുള്ളിക്കാരൻ മിണ്ടുന്നൊന്നുമില്ല, വൈഫാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറയേണ്ട സമയത്ത് പറയണം, അല്ലാണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ആ ഹേമ കമ്മിറ്റി സമയത്ത് പീഡന പരാതികൾ എത്രയോ വന്നായിരുന്നു. ആ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞ പരാതി വന്നു 1 അവർ, കൃത്യം 1 അവർ കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനം വിളിച്ചു വരുത്തി. കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. സത്യം തെളിയുന്നതിന് മുമ്പ് തന്നെ ആ നിവിൻ പോളിക്ക് കിട്ടിയ സപ്പോർട്ട് ഉണ്ടല്ലോ, ഭയങ്കര വലിയ സപ്പോർട്ട് തന്നെയാണ് പുള്ളിക്കാരന് കിട്ടിയത്. അവിടെ നിവിൻ പോളിക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പുള്ളി എത്രയും വേഗം വന്ന് അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പത്രസമ്മേളനം കൊടുത്തു. അങ്ങനെയാണ് വേണ്ടത്. ആക്ച്വലി അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശരിക്കും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇവർക്ക് വന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. വേണ്ട, ഒരു കുറിപ്പ് എഴുതിയിടാലോ, ഇത് കള്ളപ്പരാതിയാണ്, എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതിയിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ജയസൂര്യയൊക്കെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സമയമായിരുന്നത്. ജയസൂര്യ എന്തുകൊണ്ട് വേട്ടയാടി? അത് ശരിയാവാം, ശരിയാവാതിരിക്കാം. ഏറ്റവും അവസാനമാണ് പുള്ളിക്കാരൻ വന്ന് ജയസൂര്യ വന്നിരുന്ന് നിരപരാധിത്വം പറയുന്നത്, ഞാൻ നിരപരാധിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചെങ്ങനെയാണെന്നൊക്കെ. ശരിക്കും പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറയണം. അല്ലാണ്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഇത് കള്ളപ്പരാതിയാണ്, ഞങ്ങൾ 100% തെളിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ പറഞ്ഞ കാര്യം അന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകളെ ഏറ്റെടുത്തേനെ ചിലപ്പോ. ഇപ്പൊ ഇനി എത്ര പേര് ഇത് വിശ്വസിക്കും എന്നുള്ള കാര്യം സംശയമാണ്. ഇനി ജനങ്ങൾക്ക് വേറൊരു കാര്യം പറയാം, ഇത് തെളിയിക്കാനായിട്ട് അവരുടെ കയ്യിൽ പ്രൂഫ് ഇല്ല. അതിന്റെ ഒരു അത് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇപ്പൊ വന്നിരുന്നു നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുത്തതന്നെ പറയത്തുള്ള ആൾക്കാർ. എന്തുകൊണ്ട് 2 മാസം മിണ്ടാണ്ടിരുന്നു എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് പറയാൻ വാക്കുകളുണ്ടോ? ശരിക്കും നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയാനുള്ള ഒരു കരുത്ത് കാണിക്കണം. ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്, നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ വന്ന് പറയുന്നില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നില്ല. സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് 100% ഇന്ത്യൻ നിയമവ്യവസ്ഥയാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആ നിയമം അനുസരിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പ്രതികരിക്കരുതെന്ന് ഒരു നിയമവും ഇവിടുത്തെ നിയമം പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ കുറ്റം. അല്ലാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എവിടെ വേണേലും വന്ന് വ്യക്തി തുറന്ന് പറയാം. ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നിയമവും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിയമത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഭാഗമുണ്ട്, ജനങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്താൻ നോക്ക്. നിങ്ങളാക്കിയ ജനങ്ങളെ അവരെ ആദ്യം ബോധ്യപ്പെടുത്തുക. എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിയമത്തിന്റെ ഇതിന്റെ പുറകെയൊക്കെ പോവാൻ. ശരിക്കും പറഞ്ഞ ഈ ഒരു കാരണത്തിന്റെ പേരിൽ നിങ്ങളുടെ കരിയർ തന്നെ അവസാനിക്കാം. നിങ്ങൾക്ക് ഇനി സീരിയൽസോ ഇങ്ങനെയുള്ള പ്രോഗ്രാംസോ ഒക്കെ കിട്ടാത്ത അവസ്ഥ വരെ വരാം. അതുകൊണ്ട് ഫസ്റ്റ് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളാക്കിയ ജനങ്ങളോടാണ്.
അവരുടെ സപ്പോർട്ടും നിയമത്തിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഷുവർ ആയിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണല്ലോ അതിന്റെ വാക്കും, അങ്ങനെയാണ് ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ ഒരാളെ ആണായാലും പെണ്ണായാലും രണ്ടുപേരെയും ലൈഫിനെ തന്നെ പല രീതിയിൽ ബാധിക്കും. ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഫ്രണ്ട്സിന്റെ നിന്റെ കൂടെ വന്ന് നിന്റെ മറ്റേ ഫ്രണ്ട് ഉണ്ടായിട്ട് അവനാണ് അങ്ങനെ പറഞ്ഞ് പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട്, പിന്നെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത്. മനസ്സിലായി? അപ്പൊ വ്യാജ പരാതി കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം, ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത്, വ്യാജ പരാതി. അതെ, അപ്പൊ അതൊക്കെയാണ് നിയമങ്ങൾ ഇനി ഇങ്ങനെ മാറും. മനസ്സിലായല്ലേ? ലൈംഗിക അതിക്രമം, പിന്നെ വരുന്നത് പോക്സോ കേസ്, ഒരുപാട് വ്യാജ പരാതികൾ വരാം. ശരിക്കും ഈ ഒരു സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു നിയമത്തെ വളരെ ഇതായിട്ട് ദുരുപയോഗം ചെയ്യുന്നത്. ഒരാളോട് ഒരു റിവെഞ്ച് എടുക്കണം, നേരെ നൈസായിട്ട് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താൽ സെറ്റാണ്. അയാളുടെ ഫോട്ടോ അടക്കം പത്രത്തിലും ടിവിയിലും ഒക്കെ വരും. ആ ഒരു ഒറ്റ സാധനം മതി അവന്റെ ലൈഫ്, കരിയർ എല്ലാം തകർന്ന് തരിപ്പണമാണ്. പിന്നെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുക്കും അതൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ജുനൈദിനെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ, ആക്ച്വലി ആ നടക്കുന്നത് പീഡനമാണോ? ശരിക്കും പറഞ്ഞ ഈ ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ടാണ് അവനിക്ക് എല്ലാത്തിനും നിന്നു കൊടുക്കുന്നത്. ആ ഒരു മൊമെന്റിൽ ഈ പെൺകുട്ടിയും അവനും എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവൻ തേച്ചിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിന്റെ ആ ഒരു സിറ്റുവേഷനിൽ എന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്താൽ അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് പുണ്യാത്മാവാണ് ആ പുള്ളിക്കാരി എങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. കല്യാണം കഴിഞ്ഞിട്ട് അതൊക്കെ മതിയെന്ന് പറയണമായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഒരു തരത്തിലുള്ള സെക്ഷൽ പരിപാടികളും വേണ്ടാന്ന് വെക്കണം. ഇത് ഇപ്പൊ അങ്ങനെയല്ലേ, ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയത്ത് തെറ്റിപ്പിരിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പീഡന പരാതിയാണ്. പീഡനം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ അത് വേറെ ലെവൽ സാധനമാണ്. പീഡനം എന്ന് പറയുന്ന പേര് ഒരുത്തന്റെ നേരത്ത് വന്നു കഴിഞ്ഞാൽ തീർന്നു, അവന്റെ ലൈഫ് പോയി. ശരിക്കും ഇങ്ങനെയുള്ള മോസ്റ്റ് ഓഫ് കേസുകളും ഈ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതികളെല്ലാം ഒത്തുതീർപ്പായി പോവുകയാണ് ചെയ്യുന്നത്. ആ പെണ്ണും ചെക്കനും തമ്മിൽ ഒരു ധാരണയിലെത്തി ഒത്തുതീർപ്പായിട്ടാണ് ഈ ഒരു പരാതിയൊക്കെ പോകുന്നത്. പിന്നെ ആ ഒരു പരാതിയെ പറ്റി ഒരു തരത്തിലുള്ള അപ്ഡേറ്റും വരത്തില്ല, അത് കോംപ്രമൈസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഈ പീഡന പരാതിയുമായിട്ട് വരുന്ന വ്യക്തി എന്തിനാണ് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പൊ ഇവരിതിനകത്ത് പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഞങ്ങൾ ചെയ്യത്തില്ലെന്ന്. എന്തായാലും ഞാൻ അതും കൂടെ കാണിക്കാം. വിളിച്ചു ചോദിക്കണം, ഇത് എന്താ ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന കാര്യം? എന്താ പറയാ, നട്ടാ കിളിക്കാൻ പറ്റാത്ത നുണാന്ന് പറയില്ലേ, അത് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പേ വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളുടെ പ്രതികരണം. അപ്പം അവരുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് എന്തായാലും വെറുതെ വിടരുത്, നമ്മൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം, അതല്ലാതെ പുറത്തു വെച്ച് അതിനൊരു കോംപ്രമൈസോ കാര്യങ്ങളോ നമ്മൾ അന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിക്കുന്നില്ല, ഇനി ആഗ്രഹിക്കുന്നു ഒട്ടുമില്ല. ശരിക്കും നിങ്ങൾ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, ഈ ഇതുപോലുള്ള ഓരോ ഫേക്ക് ന്യൂസുമായിട്ട് വരുന്ന സ്ത്രീകളെ എത്ര പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഒരാളുടെ പേരെങ്കിലും പറയാമോ? ഒരാളുടെ പേരെങ്കിലും പറയാമോ? ഇതുപോലെ ഫേക്ക് ആയിട്ട് വന്ന് ഓരോ ആരോപണങ്ങൾ നടത്തിയിട്ട് മോസ്റ്റ് ഓഫ് ദ കേസും തെളിയാറില്ല. അഥവാ തെളിഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിൽ രണ്ടുപേരും ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ കേസുകളിലും തെളിയാതെ കോംപ്രമൈസ് ആയിട്ട് പോവുക ചെയ്യുന്നത്. കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞാൽ ഏത് പെണ്ണിനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഒരു പെണ്ണും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ആരോപണം ഒരു വ്യക്തിയുടെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും കടന്നു പോകുന്ന ആ മാനസികാവസ്ഥ അതൊക്കെ കണക്കിലെടുത്തിട്ട് ആ രീതിയിൽ തന്നെ ഈ വരുന്ന പരാതിക്കാരിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. ഫേക്ക് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് കൊടുത്ത ആളെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എന്റെ അറിവിലില്ല, പക്ഷെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ അവിടെ 1-2 പരാതികൾ സെറ്റ് ആക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഫേക്ക് കേസിന്റെ പുറത്ത് 4 കൊല്ലം ഒരു പയ്യൻ ജയിലിനകത്ത് കിടന്നായിരുന്നു. അപ്പോ ഇത് ഫേക്ക് കേസ് ആണെന്ന് ആ സമയത്ത് തെളിഞ്ഞ സമയത്ത് ഈ പയ്യൻ എത്ര നാൾ കിടന്നോ അത്രയും നാള് തന്നെ ഈ പെണ്ണിനെയും കിടത്തി. ഇവിടെ നടന്ന സംഭവമല്ല കേട്ടോ, പുറത്ത് നടന്ന സംഭവം, നോർത്ത് ഇന്ത്യയിലും കണ്ടോ. അതിന്റെ കൂടെ പിഴയും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു കൈൻഡ് ഓഫ് കേസ് കൊടുക്കുന്നത് ഒരു പ്രോത്സാഹനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോത്സാഹിപ്പിക്കുകയല്ലേ, ഇനിയും കേസ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എന്തായാലും എനിക്ക് ഇവരുടെ കേസ് എന്തോ ജെനുവിൻ ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് നോ ഐഡിയ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.